നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിശേഷപ്പെട്ട ഒരു ഫ്രൂട്ടിനെ കുറിച്ചാണ്. പീനട്ട് ബട്ടർ കുട്ടികളുടെ എല്ലാവരുടെയും ഫേവററ്റ് ആണല്ലോ, ബ്രെഡിലും ചപ്പാത്തിയിലൊക്കെ തേച്ച് കഴിക്കുന്നത്. ഇത് പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു ആദ്യം ഇതിന്റെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ദൂരദർശനിലെ കൃഷി ദർശൻ പരിപാടിയിൽ ആങ്കറിങ് ചെയ്യാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരു ഫാമിൽ പോയപ്പോഴാണ്, കിളിമാനൂരിലുള്ള ഒരു ഫാമിൽ പോയപ്പോഴാണ് ഈ പീനട്ട് ബട്ടർ ഫ്രൂട്ട് ഞാൻ കാണുന്നത്. ഇതിന് മുൻപ് പലയിടത്തും ഫാമുകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് തൈയൊന്നും തരില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു നല്ലൊരു ചങ്ങാതി കിളിമാനൂരിലുള്ള അദ്ദേഹം ഫാമിൽ ഞാൻ പോയ സമയത്ത് എനിക്കൊരു തൈ തന്നു. അതാണ് ഈ പീനട്ട് ബട്ടർ ഫ്രൂട്ട്. ഈ ഫ്രൂട്ട് മൊത്തത്തിൽ പഴുക്കുമ്പം ഇതിന്റെ ഫ്ലഷും കഴിക്കാം. അതിൻ്റെ അകത്താണ് നട്ടിരിക്കുന്നത്. കപ്പലണ്ടി കട. ഇത് കപ്പലണ്ടി ചെടിയിൽ കിളിക്കുന്ന വളരുന്ന കപ്പലണ്ടിനാണ്, അതായത് മണ്ണിൻ്റെ അടിയിലല്ല. ഇത് പഴുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലഷ് കഴിക്കാൻ നല്ല മധുരമാണ്. ഇത് നല്ല റെഡ് കളറാവും. അകത്ത് നല്ല ഒരു കപ്പലണ്ടിയുടെ അതേ ആകൃതിയിൽ നട്ടുണ്ട്. ആ നട്ടാണ് ശരിക്കും പറഞ്ഞാൽ പീനട്ട് ബട്ടറിന് ഉപയോഗിക്കുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവമാണ്. ഇത് എവിടെയും കിളിക്കൂല എന്നൊക്കെ പറയുന്നെങ്കിലും ഇതിൻ്റെ ഈ കുരു പഴുത്ത് നിലത്ത് വീഴുമ്പോഴെല്ലാം കിളിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഈ പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈകൾ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ തോട്ടത്തിൽ ഒരുപാട് സ്നേഹസ്മരണകൾ കൊണ്ട് നിറഞ്ഞതാണെന്ന് പറയുന്നതുകൊണ്ട് ഇത് എനിക്ക് കിളിമാനൂരിലുള്ള ആ കർഷകൻ തന്നതാണ്, ശശിധരൻ. അദ്ദേഹത്തിനെ ഞാൻ എപ്പോഴും സ്നേഹത്തോടെ സ്മരിക്കും ഈ വൃക്ഷത്തിൻ്റെ അടുത്ത് വരുമ്പോൾ. നിങ്ങൾക്കും എല്ലാവർക്കും പലരുടെയും വീടുകളിൽ പല ചെടികളും മരങ്ങളും നിലകൊള്ളുന്നത് നിങ്ങളുടെ ചങ്ങാതിമാർ തന്നതായിരിക്കും. നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കാറുണ്ടോ? ഓർക്കുന്നെങ്കിൽ തന്നെ അവരെക്കുറിച്ച് പറയാറുണ്ടോ? അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും, കേൾക്കുന്നവർക്കും സന്തോഷം. അങ്ങനെ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്സ് എല്ലാവർക്കും കൊടുക്കാം. അങ്ങനെ ഇതുപോലെയുള്ള കൗതുകകരമായിട്ടുള്ള വാർത്തകളുമായി നിങ്ങളുടെ മുൻപിൽ ഇനിയും ഞാനെത്തും. നിങ്ങളുടെ സ്വന്തം ജസന്ത മോറിസ്.